നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നടൻ ജയനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയന്റെ 44ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വിവിധ ജില്ലയിൽ നിന്ന് വന്നെത്തിയ ജയൻ ആരാധകർ, പ്രത്യേകിച്ച് തൃശൂർ ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലും കൂടാതെ കൊല്ലം ജയൻസ് ഫാൻസ് ആരാധകരുടെ കൂട്ടായ്മയും ചേർന്ന് നടത്തുന്ന ഹാരാർപ്പണവും അനുസ്മരണവും അതോടൊപ്പം പുതുവർഷം 2025 ജയൻ സാറിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കലണ്ടർ പ്രകാശനവുമാണ് ഈ പ്രോഗ്രാമിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 16 ജയൻ സാറിൻ്റെ അനുസ്മരണ ദിവസമാണ്. ഈ സാധാരണ ജനയ്ക്ക് നമ്മുടെ ഈ ലോകത്തു നിന്ന് വിട്ടുപോയ ആൾക്കാരൊക്കെ കുറേശ്ശെ കഴിയുമ്പോൾ വിസ്മൃതിയിലേക്ക് മറിയുകയാണ് പതിവ്. പക്ഷേ ജയൻ സാറിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല. ഓരോ വർഷം ചെല്ലുന്തോറും ഇവിടെ ജയൻ പ്രതിമയുടെ അടിയിലും അതേപോലെ മുളങ്കാടകം ശ്മശാനത്തും ആ ജയൻ സാറിൻ്റെ ഫോട്ടോസിനും വീഡിയോസിനും അങ്ങനെ എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ടുള്ള ഒരു ജനപ്രീതിയാണ് ഇപ്പോൾ ഓരോ വർഷം തോറും കൂടി വരികയാണ്. ഇവിടെ കാലത്തോട്ട് തന്നെ കണ്ടമാനം ജയൻ ആരാധകർ ഇവിടെ വരുന്നുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കും വൈകുന്നേരം വരെ. ഇപ്പോൾ നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടറിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രകാശനം കുറച്ച് മുമ്പ് കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ മുളങ്കാടകം ശ്മശാനത്തിലാണ് പോയത്. എല്ലാ അഡ്മിന്മാരും ഉണ്ടായിരുന്നു. പോയി അവിടെ ഒരു മൗന പ്രാർത്ഥന, നമ്മുടെ അശോക് മാവേലിക്കര സാറിൻ്റെ ഒരു ഗാനം ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രതിമയ്ക്കരിയിൽ വന്നത്. പ്രതിമയിൽ വന്നിട്ട് നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ വകയായിട്ടുള്ളൊരു ഹാരാർപ്പണം, അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള ശ്രീ
അജിത മലപ്പുറം എന്ന് പറയുന്ന ആരാധിക കൈകൊണ്ട് കോർത്തിട്ടുള്ള തെച്ചിപ്പൂ കൊണ്ടുള്ള ഒരു ഹാരം കോർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹാരവും ജയൻ സാറിനെ അണിയിച്ചു. അപ്പോൾ ജയൻ സാറിൻ്റെ ഫുള്ള് ഹാരങ്ങളായിട്ടാണ് നിൽക്കണത്. ഇനിയും ഹാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ ഈ നമ്മളെ കലണ്ടർ വിൽപ്പന ഇപ്പോൾ തുടരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇനി അശോക് മാവേലിക്കര സാറിൻ്റെ ഒരു ഗാനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. താങ്ക് യു. ഇത് കൊല്ലം ഓലയിൽ സാക്ഷാൽ ജയൻ്റെ വീടിന് സമീപമുള്ള ജയൻ പ്രതിമയ്ക്ക് സമീപമാണ്. ജയൻ ആരാധകർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ. ഇന്ന് 2024 നവംബർ 16, 44 വർഷമായി അദ്ദേഹം ഈ ലോകത്തു നിന്ന് നമ്മളെ വിട്ട് പോയിട്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോഴും പോകാതെ നിലനിൽക്കുകയാണ്. ജനങ്ങളിങ്ങനെ ആരാധനയുള്ളവർ ഒരുപാട് ഭൂമിയിലുണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ജയദീപം ഗ്രൂപ്പ് പോലെ നിരവധി ഗ്രൂപ്പുകളും സംഘടനകളും കേരളത്തിലുണ്ട്. മലയാളികളുള്ള എല്ലാ നാട്ടിലും വിദേശത്ത് പോലും ഉണ്ട്. അപ്പോൾ ഇന്ന് അത് വീടുന്നു ജയദീപത്തിൻ്റെ ഹാരാർപ്പണം കഴിഞ്ഞു, നമ്മുടെ കലണ്ടറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ മറ്റ് പല സംഘടനകളും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മുളങ്കാടകം ശ്മശാനത്തിൽ പോയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആരാധകർ നിരവധി ഇവിടെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ജയൻ പാടി അഭിനയിച്ച ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ അശോക് മാവേലിക്കര പാടുന്നു. ജയദീപം ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനാണ്. ധന്യേ ധന്യേ മനസ്സിലെ പൂങ്കുയിൽ നിന്നെ കുറിച്ചെന്നു പാടി, നിന്നിലെ രോമാഞ്ചം പൂവുകൾ ചൂടി, ജന്മങ്ങൾ നിന്നെ തേടി. ധന്യേ ധന്യേ മനസ്സിലെ പൂങ്കുയിൽ നിന്നെ കുറിച്ചെന്നു പാടി, എന്നിലെ രോമാഞ്ചം പൂവുകൾ ചൂടി, ജന്മങ്ങൾ നിന്നെ തേടി. ധന്യേ ധന്യേ. മോചനമല്ലേ ഇത്? മോചന സിനിമയിലെ ഒരു നല്ല ഗാനമാണ്. ജയൻ സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഉണ്ണിമേരിയുമായിട്ടുള്ള ഒരു പ്രേമരംഗം. ആ പാടുന്നതൊക്കെ ഒന്ന് കാണണം. ഒറിജിനൽ പോലെയാ തോന്നുന്നത്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ജയൻ പരിപാടികൾ എവിടെയുണ്ടെങ്കിലും അത് കാല ദൂര ഭേദമന്യേ ഓടിയെത്തുന്ന D4Man ഫിലിം ക്ലബ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിൻസ് ഭായി ആണ് ഇപ്പോൾ ഇത് കവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. D4Man ഫിലിം ക്ലബിൻ്റെ ചാനൽ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ജയൻ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ശ്രീ പ്രിൻസ് കൊല്ലം, അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഈ കൊല്ലം പ്രതിമയുടെ അടുത്തുണ്ട്. എല്ലാ ആശംസകളും. ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ കവർ ചെയ്യുന്ന, ജയൻ സംബന്ധമായി എവിടെയുണ്ടെങ്കിലും അവിടെ എത്തി സ്വന്തം ചെലവിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇത് പ്രചരിപ്പിക്കുന്ന ജയൻ സ്നേഹിയായ ശ്രീ പ്രിൻസിനും നമ്മൾ ജയദീപത്തിൻ്റെ പേരിലൊരു നന്ദി അറിയിക്കുകയാണ്. ഓക്കെ. ജയൻ ആരാധകരെ, ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും മലപ്പുറത്തു നിന്ന് വരികയാണ്. പിന്നെ ഒരു 40 വർഷത്തോളം ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് വരാൻ. അപ്പോൾ ഇന്നാണ് അത് സാധിച്ചത്. ഞാൻ വേലായുധേട്ടൻ, ചന്ദ്രേട്ടൻ, ഞങ്ങൾ മലപ്പുറം വേങ്ങര MLA ക്ലബ്ബ്, മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ, ആ അതുമായിട്ട് ഒരു മ്യൂസിക്കൽ ക്ലബ്ബായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നത് വരാനും ഇവിടെ നിങ്ങളെല്ലാവരെയും കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ജയേട്ടൻ്റെ ആദ്യത്തെ സിനിമ കണ്ടിട്ടുള്ളത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സിനിമയാണ്. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തോടുള്ള ആ ഒരു ആരാധന. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏകദേശം 90% സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിലും ഇങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹം. ഞങ്ങളെ ക്ലബിലുള്ള മെമ്പേഴ്സ് ഒരുമിച്ച് എല്ലാവരും കൂടി വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ജയൻ സാറ്, ഐ വി ശശി സാറ് ജയന് ഒരു പാട്ട് സീന് കൊടുത്ത അഞ്ജലി എന്ന സിനിമയിലെ ഒരു പാട്ട് 2 വരി ഞാൻ മൂളിയിട്ട് ഞാൻ ഈ ചെറിയ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ജനുവരി രാവിൽ
എൻ മലർവനിയിൽ വിടരൂ സോമലതേ, പുൽകിപ്പടരൂ പ്രേമലതേ, ജനുവരി രാവിൽ എൻ മലർവനിയിൽ വിടരൂ സോമലതേ, പുൽകിപ്പടരൂ പ്രേമലതേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇതുപോലെ നമുക്ക് വീണ്ടും അടുത്ത വർഷവും കാണാനും പിന്നെ ഇതുപോലെ സംഗമിക്കാനും ഉള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നിങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായതാണ്. ഞാൻ ഈ വാർഡിലെ അംഗൻവാടി ടീച്ചറാണ്. ബേബി അണ്ണനെ ചെറുതിലെ ഒന്ന് കാണാനുള്ളൊരു ഭാഗ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത് ഇടപഴകാനോ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് ഇച്ചിരി ഉള്ളു, ഇതാ ഇത്രയും കാണും. ഈ രാജവീതികളിലൂടെയാണ് നടന്നത്. സ്കൂൾ അടുത്ത് തന്നെയാണ്. കുടുംബം അതാണ്. രണ്ടാമത്തെ കുടുംബം ഇതായിരുന്നു. ഇത് ഒരു പാർട്ടിഷന്റെ പേരിൽ അത് വിൽക്കേണ്ടി വന്നു. എങ്കിലും ഇത്രയും സ്ഥലം ജെയിൻ സാറിന് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു പാലം അപ്പുറത്ത് പണിഞ്ഞിട്ടുണ്ട്. ആ പാലത്തിന് ഞങ്ങൾ ജെയിൻ പാലം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞങ്ങളങ്ങ് തനിയെ അതിന് പേര് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഒരു നാമകരണം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാർ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ഈ മുഖങ്ങളിൽ. എല്ലാവരും അന്യ നാട്ടിൽ നിന്നും, എന്നുവെച്ചാൽ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം എന്നുള്ള ഞാനും 2-3 ആൾക്കാരും മാത്രമേ സാറിൻ്റെ പരിസരവാസികളായിട്ട് ഉള്ളൂ. ഞങ്ങൾ ബേബി അണ്ണ എന്ന് വിളിച്ചിരിക്കുന്ന സാറിൻ്റെ ഈ മറിഞ്ഞുപോയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിടി ചാരം അല്ലെങ്കിൽ ഒരു പിടി മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അന്യ ആൾക്കാരാണ് എത്തിച്ചേർന്നത്. അതിലെനിക്ക് അതിയായ ദുഃഖമുണ്ട്. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ സന്തോഷത്തോടെയുള്ള ജെയിൻ സാറിനെ കാണാനുള്ള ആ വരവും എന്താണ്, ജയദീപം ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. മലപ്പുറം, വയനാട്, കാസർഗോഡ്. എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. തൃശ്ശൂർ ജയൻ ചേട്ടൻ എന്നാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. പേരെന്തോ ആണ്, ജയൻ ചേട്ടൻ എന്നാണ് വെച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തും, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട ദിവസമാണെങ്കിൽ ശരി തന്നെ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു സന്തോഷം കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ സന്തോഷം സാറിലൂടെ നമുക്ക് പുറത്ത് കാണിക്കണം. ഇനിയൊരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ ഒരു ഓഡിറ്റോറിയത്തിന് ജെയിൻ സ്മാരക ഓഡിറ്റോറിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന് നല്ലതുപോലെയുള്ള സാറിൻ്റെ ഒരു പ്രതിമയെങ്കിലും അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിലെ ടീച്ചറാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുട്ടികളുമായിട്ട് വന്ന് ഇവിടെ സാറിന് പുഷ്പം അർപ്പിക്കുന്നതായിരിക്കും. കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, ലലലാ ലലാ 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 ലലാ. നമസ്കാരം. ആ കാലങ്ങളിലൊക്കെ ഒരുപാട് പത്രക്കട്ടിങ്ങുകളും സിനിമയുടെ പോസ്റ്ററുകളും ജയൻ്റെ മുഖങ്ങളും വെട്ടിയെടുത്ത് ഒരുപാട് പേര് ബുക്കുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഞാനും. പക്ഷേ പിന്നീട് എപ്പോഴോ അത് കൈമോശം വന്നു പോയി. ഒരുപാട് പേര് അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ജയദീപത്തിൻ്റെ തന്നെ സജീവ പ്രവർത്തകനായ ഫ്രാൻസിസ് ബെൻ, അദ്ദേഹത്തിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പഴയ പത്രങ്ങളും ജയൻ ചിത്രങ്ങളും. അത് നമുക്കിവിടെ ഒന്ന് കാണാം. ഇതേ എടുക്കുന്നു. 200 പേജ് ആ കാലഘട്ടത്തിൽ ഒട്ടിച്ചാണ്. 81 കാലഘട്ടത്തിൽ ഒട്ടിച്ച ബുക്കാണിത്. ഇത് ഫുള്ള്. ഇത് ജയം മരിച്ച ആ ആഴ്ച ഉള്ള ഞാനട മുഖചിത്രമാണ്. പിന്നെ ഇത്രയും വെച്ചിരിക്കുന്ന ആളാ ഇനിയും കളയുന്നത്. ഞാൻ മരിക്കും വരെ എന്റെ കൂടെ ഒരുപാട് പേര് ഇതിനകത്ത് ഫിലിം വരെ ഉണ്ട്.
ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ജയൻ ഗന്ധർവതാരം എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. ഓൾ കേരള ടീമാണ് ഞങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാം ഒരുവിധപ്പെട്ട പഴയ ആൾക്കാർ തന്നെയാണ്. 1980 നവംബർ 16 ജയൻ സാർ മൃതിയടയും മുമ്പേ ജയൻ സാറിൻ്റെ സിനിമകൾ കണ്ട് ഹരം പിടിച്ച് അവസാനം ജയൻ സാർ 1980 നവംബർ 16 മരിച്ചതിന് ശേഷവും ഞങ്ങളുടെ ആരാധന മൂത്ത് ഞങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിച്ച ഒരു ആരാധകരാണ് ഇന്നിപ്പോൾ നമ്മുടെ ജയൻ സാറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങൾ വന്ന കുടുംബത്തിൽ നിന്ന് ജയൻ സാറിൻ്റെ ആരാധന കൊണ്ട് മാത്രം ജീവിതം വളർത്തി കെട്ടി ഉയർത്തി ജയൻ സാറിനെ പോലെ തന്നെ അതേ ഡിസിപ്ലിൻ ആ രീതിയിൽ വളർന്ന് വന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങളും. ഇന്ന് കേരളത്തിൽ ജയൻ സാറിൻ്റെ ആരാധകരായ ഗ്രൂപ്പുകൾ നിരവധി ഗ്രൂപ്പുണ്ട്. ഇന്ന് ഈ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ വന്ന നമ്മുടെ ജയൻ സാറിന് കിട്ടുന്ന ഒരു ആരാധന മറ്റ് ഒരു നടന്മാർക്കും ഉണ്ടായിട്ടില്ല, അതുപോലെ ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യം തന്നെയാണ്. 1980 നവംബർ 16 ജയൻ സാർ മരിച്ചതിന് ശേഷം എനിക്ക് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ജയൻ സാറിൻ്റെ വീട് അറിയാത്ത ഞാൻ, എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം പോലും കാണാത്ത ഞാൻ വീട്ടിൽ നിന്നും പൈസ മോഷ്ടിച്ചു കൊണ്ട് അവിടെ നിന്ന് ബസ് കയറി കൊല്ലത്ത് എത്തുകയും ഈ ജയൻ സാറിൻ്റെ മണ്ണിൽ ഇവിടെ ഈ വീട്ടിൽ ഞാൻ വന്നു രാത്രി ഒരു 11 മണി വരെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ മാത്രം റോഡിലുണ്ട്. നമ്മുടെ ജയൻ സാറിൻ്റെ അനിയൻ സോമൻ ചേട്ടൻ നേരെ പുറത്തിറങ്ങിയപ്പോൾ ഒരു നിഴല് മാത്രം ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ ആരാണെന്ന്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ സോമൻ ചേട്ടൻ എന്നെ നേരത്തെ രാവിലെ വന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇപ്പം വണ്ടിയൊന്നുമില്ല, എന്താ ഇവിടെ നിന്നേന്ന്. ഞാൻ എവിടെയോ എന്തോ മറന്നുപോയി, എൻ്റെ മൈൻഡെല്ലാം പോയി, ഒരു മെൻ്റൽ പോലെയായി ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം സോമൻ സാറ് പറഞ്ഞ് വീട്ടിൽ കിടക്കാനുള്ള സ്ഥലമില്ല, ജയൻ ചേട്ടൻ്റെ കാറുണ്ട്, കാറിൽ കയറി കിടന്നോ, രാവിലെ പോകുമ്പോൾ എന്നെ അറിയിച്ചിട്ട് പോകണോ. അങ്ങനെ ജയൻ ചേട്ടൻ്റെ KRE 134 കാറ്, ഫിയറ്റ് കാറ്, വെള്ള കാറിൽ ഞാൻ ബാക്ക് സീറ്റിൽ കിടന്നു. പക്ഷേ ഉറക്കം പോലും വന്നില്ല. കാരണം കൊതുവും കടിച്ച് ടെൻഷനും എല്ലാം കൊണ്ട് രാവിലെ എണീറ്റ് ഞാൻ സോമൻ ചേട്ടനോട് പറയുമ്പോഴാണ് സോമൻ ചേട്ടൻ പറയുകയുണ്ടായി, ഉടനെ തന്നെ നമ്മുടെ ജയൻ ചേട്ടൻ്റെ പേരിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിലേക്ക് താങ്കൾ തീർച്ചയായിട്ടും എത്തണമെന്ന്. അത് ജയൻ എൻ്റർപ്രൈസസ് തേവലക്കരയായിരുന്നു. അതിലേക്ക് ഞാൻ വന്നെത്തി. ശരിക്കും പറഞ്ഞാൽ ജയൻ സാറിൻ്റെ ആരാധന കൊണ്ട് മാത്രം ഒരു നേരം അന്നം കിട്ടാൻ നിവൃത്തിയില്ലാത്ത റോബിൻ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ നായർ, ഒരു നേരം അന്നം കിട്ടാൻ ഇല്ലാത്ത പാവപ്പെട്ട കുടുംബത്തെ ജനിച്ചവൻ, ജയൻ സാറിൻ്റെ സിനിമകൾ കണ്ട് ഹരം പിടിച്ചുകൊണ്ട് 2 കമ്പുകൾ വെച്ച് കെട്ടിക്കൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് ജയൻ സാറ് നേവിയിൽ വർക്ക് ചെയ്യുന്ന പോലെ ആ ദാരിദ്ര്യത കുടുംബത്തിൽ നിന്നും കൊണ്ട് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി കയറിപ്പറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു, ജയൻ സാറിൻ്റെ ആരാധന കൊണ്ട് മാത്രം. അതിനുശേഷം കോളിളക്കം സിനിമ 1980 ജയൻ സാർ കോളിളക്കം സിനിമയിൽ സുകുമാരൻ ചേട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്റർ പിടിക്കുന്ന സീന് മരിച്ചാലും എനിക്കത് കാണിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ ബുള്ളറ്റ് സ്വന്തമായി ഓടിച്ച് ബുള്ളറ്റ് അഭ്യാസ പ്രകടനങ്ങൾ ഇന്ത്യൻ ആർമിയിൽ കാഴ്ചവെച്ചു നിരവധി സ്ഥലങ്ങളിൽ. അതിനുശേഷം ജയൻ സാർ കോളിളക്കം സിനിമ അഭിനയിച്ച അതേ ബുള്ളറ്റിൽ നിന്നുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നിരവധി സ്ഥലങ്ങളിലും കർണാകപ്പള്ളിയിലും നമ്മുടെ ജയൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു സംഗീത ഒരു ക്ലബിലേക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചു. അവിടെ എന്നോടൊപ്പം ഈ നിൽക്കുന്ന മണികണ്ഠൻ, ഇവരെല്ലാം എന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ SBIയിലെ ഒരു സ്റ്റാഫാണ്, SBIയിലെ ഒരു അംഗമാണ്. ഈ നിൽക്കുന്ന ഇതിൽ നിരവധി പേര്, ഇതൊരു RK നായരാണ്, രാജശേഖരൻ നായർ, എൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ചവനാണ്. ഭയങ്കര ഒരു ജയൻ സാറിൻ്റെ ഒരു ഹരം പിടിച്ച ആളാണ് ഇദ്ദേഹം. ഇതുപോലെ ആർമിയിൽ സേവനം അനുഷ്ഠിച്ച എൻ്റെ ബുള്ളറ്റ് അഭ്യാസ പ്രകടനങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് തന്ന ഒരു ആളാണ് ഈ ശ്രീ രാജശേഖരൻ നായർ. ഇതുപോലെ ഒരു ജവാനാണ് ഈ നിൽക്കുന്നത്. ഈ നമ്മുടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും വന്ന ഒരാളാണ്. ദാ ഇവിടെ മുന്നിലുണ്ട് ഒരു സുരേഷ്, ഇതും അദ്ദേഹം അതുപോലെയാണ്. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ജയൻ സാറിന് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് അന്നും ഇന്നും. ഇനി ഒരു നടനെന്ന് പറയണ ഒരിക്കലും അങ്ങനെ ജയൻ സാറിനെ പോലെ ഒരു നടൻ ജനിക്കാൻ പോകുന്നില്ല. കാരണം സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചു വന്ന നമ്മുടെ സോമൻ ചേട്ടൻ, ജയൻ സാറിൻ്റെ സ്വന്തം സഹോദരനായ സോമൻ ചേട്ടന് പോലും ജയൻ സാറിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനി ആരാ വരാൻ പോകുന്നത്?
ജയൻ സാറിന് പകരം വയ്ക്കാൻ ആരുമില്ല. ജയൻ സാറിന് പകരം വയ്ക്കാൻ ജയൻ സാറ് മാത്രം. അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ ഗ്രൂപ്പ് ജയൻ ഗന്ധർവതാരം ഗ്രൂപ്പാണ്. ഇതിൽ നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. അത് നിരവധി ഗ്രൂപ്പുകൾ നമ്മുടെ ഈ കേരളത്തുണ്ട്. വളർന്നു വരും തലമുറയ്ക്ക് ഇനിയും ഇത് പകർന്നു കൊടുക്കണം. ഈ ജയൻ സാറിനെ മറക്കാതെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ വളർന്നു വരുന്ന തലമുറയ്ക്കും ഇത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായിരുന്നാലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ആരും ഞങ്ങളുടെ എല്ലാം കണ്ണടയുന്നത് വരെ ജയൻ സാറിനെ നമ്മൾ വിട്ട് മാറില്ല എന്നൊരു കാര്യം നമ്മൾ ഈ എല്ലാവർക്കും നമ്മൾ ഉറപ്പു തരുകയാണ്. ഇന്ന് ഈ സുദിനത്തിൽ നമ്മളോട് എത്തിച്ചേർന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയൻ അഥവാ ജയൻ സാറിൻ്റെ 44ാമത്തെ ചരമവാർഷികം ആഘോഷിക്കാനാണ്. ആഘോഷമല്ല, ദുഃഖമാണ്. ജയൻ സാറിനെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ 2ാം രൂപം എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു വ്യക്തി, ഒരു ജീവനെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ജയൻ സാർ തന്നെയാണ് ദൈവത്തിൻ്റെ 2ാം രൂപം. മരിച്ച് 44 വർഷങ്ങളായതിനു ശേഷവും ഇന്നും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് വീണ്ടും കയറി പോകുന്ന ഒരേ ഒരു മലയാള സിനിമയിലെ താരം ജയൻ സാർ അല്ലാതെ ഇനി ഏതൊരു കുഞ്ഞുങ്ങളും മലയാള സിനിമയിൽ ജയൻ സാറിനോളം വളർന്ന് വലുതാവാനും പ്രശസ്തരാവാനും പോകുന്നതില്ല. അത് തീർച്ചയായും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലപ്പുറം വേങ്ങര എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്, MLA ക്ലബ്ബ്, മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ ക്ലബ്ബ്. ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം കൂടി ഞങ്ങൾ ഈ ജയൻ സാറിൻ്റെ ഒരു അനുസ്മരണം നടത്തിയിട്ടാണ് ഞങ്ങൾ 12 അംഗ ക്ലബ്ബിലുള്ള അംഗങ്ങൾ ഓരോ വഴിക്ക് തിരിഞ്ഞത്. അത്രയ്ക്കും ആരാധനയോടുകൂടി ഞങ്ങൾ കാണുന്ന ഒരു സിനിമാ താരമൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞ മാതിരി ലോകത്ത് വേറെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. കഴുകൻ എന്ന പടത്തിൽ അദ്ദേഹം പാടിയ ഒരു പാട്ടാണ് യേശുദാസ് സാർ പാടിയത്. ചന്ദനക്കുളിർ ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, സ്വർണമല്ലി നിൻ മനസ്സിൽ പൂത്തുമറ്റൊരു താരാട്ട്, ചന്ദനക്കുളിർ ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്. ഞങ്ങളെ ക്ലബ്ബ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഈ ഒരു പരിപാടി ഞങ്ങളെവിടെ എത്തിയെന്ന് അറിയിക്കുന്നു. ഞങ്ങളുടെ ജയൻ ഗന്ധർവതാരം എന്ന ഗ്രൂപ്പിൻ്റെ പേരിൽ ഞങ്ങൾ ഈ വർഷത്തേക്ക് അത്യാവശ്യമായി നമ്മളൊരു കലണ്ടർ ചെയ്തതാണ്. ഈ കലണ്ടർ ജയൻ സാറിൻ്റെ തന്നെ NSS കരയോഗമാണ് നമ്മളെ അടുത്തുള്ള ഓലയിലുള്ളത്. ഈ NSS കരയോഗം ഞങ്ങൾക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ജൂലൈ 25-ാം തീയതി ഞങ്ങൾക്ക് NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാവരും കൂടി ചേർന്ന് തന്നു. അപ്പോൾ ഈ കലണ്ടർ ആദ്യമായി ജയൻ സാറിന് വേണ്ടി തന്നെ NSS കരയോഗം ഹാളിലേക്ക് വയ്ക്കുന്നതിലേക്ക് വേണ്ടി അതിൻ്റെ സെക്രട്ടറിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്, നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി. എൻ്റെ ഒരു കടുത്ത ആരാധനയാണ്. ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. കേരളത്തിലുള്ള ഈ കൂട്ടായ്മയിലൊക്കെ ഞാൻ വരാറുണ്ട് എല്ലാ കാര്യത്തിനും. വളരെ സന്തോഷമായി, വളരെ കഷ്ടപ്പെട്ട് വന്നത് അവിടുന്ന്. ഇനിയും ഉള്ള ഇതിൽ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നതാണ്. സന്തോഷമുണ്ട്. എൻ്റെ പേര് രാജു, കീഴുമുട്ടപ്പുലം, തിരുവനന്തപുരം ജില്ല. ഞാൻ ജയൻ സാറിൻ്റെ വലിയൊരു ആരാധന എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ് അദ്ദേഹം. എനിക്കത് പറയുമ്പോൾ തന്നെ പറയാൻ വാക്കുകളില്ല.
ഭയങ്കര ഇതാണ്. എൻ്റെ അമ്മയും ചെറിയമ്മ ഉൾപ്പെടെ 28ഓളം പേര് കയർ വിരിക്കുന്ന തൊഴിലാളികളാണ്. ഞങ്ങൾ അഴൂർ കടവിൽ നിന്ന് മാടമ്പള എന്ന സ്ഥലത്തേക്ക് വള്ളത്തിൽ പോകുമ്പോൾ വള്ളത്തിൽ വെള്ളം കയറുകയും വള്ളം അവിടെ താഴുകയും ചെയ്ത് മുതലപ്പുഴയ്ക്ക് അടുത്താണ് ഈ പറഞ്ഞ സ്ഥലം. ഒരുപാട് ആഴമുള്ള ഒഴുക്കുള്ള സ്ഥലമാണ്. ജയൻ സാർ അപ്പോൾ കന്യക സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു, ലഞ്ച് ടൈമാണ്. അദ്ദേഹം സൈക്കിളിൽ നിലവിളി കേട്ട് പാഞ്ഞു വന്നാണ് എല്ലാവരും രക്ഷപ്പെടുത്തിയത്. എൻ്റെ വീടിൻ്റെ പേര് ജെയിൻ ഹൗസ് എന്നാണ്. കൃഷ്ണൻ ബേബി ജെയിൻ ഹൗസ്, ജെയിൻ നഗർ, മുട്ടപ്പലം, പെരുങ്കുഴി, ചിറയൻകീഴ്, തിരുവനന്തപുരം.